തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാനെ വീണ്ടും ചോദ്യം ചെയ്യും. ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫാനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. അഫാന്റെ ഫോണിലെ ഗൂഗിൾ ഹിസ്റ്ററി പരിശോധിക്കാൻ സൈബർ പോലീസിന് കത്ത് നൽകി. പ്രതിയുടെ മാതാവ് ഷെമിയുടെ മൊഴിയെടുക്കുന്നത് വൈകും. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അഫാൻ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ചോദ്യം ചെയ്യൽ ഉണ്ടാവുക? കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് പുറത്തുവിടുന്നുണ്ടോ? കൂട്ടക്കൊലപാതകത്തിന് പിന്നിലെ കാരണം തേടിയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. മറ്റ് മൊഴികളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ അഫാന്റെയും അതുപോലെ തന്നെ ഉമ്മ ഷെമിയും നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. അതിൽ അഫാന്റെ മൊഴി ഇന്നിപ്പോൾ രേഖപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിൽ വിശദമായിട്ടുള്ള ഒരു മൊഴിയെടുക്കൽ നടത്താൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല അഫാൻ എന്നുള്ളതാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി മൊഴിയെടുക്കൽ നിർത്തിവെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അഫാന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം വീണ്ടും പോലീസ് നടത്തുമെന്നുള്ളതാണ് അറിയുന്നത്. അതിനുശേഷം അന്ന് നടന്ന സംഭവത്തെ പറ്റി മറ്റ് വിശദമായിട്ട് പറയാൻ കഴിയുക മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അഫാന്റെ ഉമ്മ ഷെമിയുടേത് തന്നെയാണ്. നിലവിൽ ആരോഗ്യ നിലയിൽ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഷെമി എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. പക്ഷേ സംസാരിക്കാനുള്ള തക്കവണ്ണം ആരോഗ്യം ഷെമിക്ക് ലഭിച്ചിട്ടില്ല. ഷെമിയുടെ പക്കൽ നിന്നടക്കം കൂടുതൽ വിവരശേഖരണം പോലീസിന് നടത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രി ഷെമി ഉള്ളത് 72 മണിക്കൂർ കൂടി ചികിത്സയിൽ തുടരണം. അതിനുശേഷം മൊഴിയടക്കമുള്ള നടപടികളിലേക്ക് കടക്കാമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഷെമിയുടെ മൊഴിയെടുക്കലും വൈകുമെന്നുള്ള വിവരം കൂടിയാണ് ലഭിക്കുന്നത്. എന്തായാലും അഫാൻ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അഫാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വാസയോഗ്യത്തിൽ എടുക്കാതെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതിനിടയിൽ തന്നെ ഈ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും പോലീസ് തുടങ്ങിവെച്ചിട്ടുണ്ട്. കൂട്ട ആത്മഹത്യയ്ക്ക് തങ്ങൾ ഒരു ശ്രമം നടത്തി എന്നുള്ള മൊഴി അഫാൻ നൽകിയ സാഹചര്യത്തിൽ അഫാന്റെ ഫോണിലെ ഈ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ ആത്മഹത്യ നടത്തുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ എന്തെങ്കിലും ഈ ഗൂഗിളിലടക്കം സെർച്ച് ചെയ്തിട്ടുണ്ടോ അഫാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് സൈബർ പോലീസിന് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അന്വേഷണ സംഘം ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെമിയുടെയും അഫാന്റെയും ഫോണുകൾ ഫോറൻസിക്കിന് കൈമാറിയിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് കൂടാതെ ഈ ഒരു മാസത്തോളമായിട്ട് അഫാൻ മദ്യം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് വ്യക്തമായിട്ടുണ്ടായിരുന്നതാണ്. ഈ കൊലപാതകം നടത്തുന്ന സമയത്തും അഫാൻ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പ്രാഥമിക നിഗമനം മാത്രമാണ് ഈ ഘട്ടത്തിലും ലഭിക്കുന്നത് എന്നുള്ളതാണ്. രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം കൂടി ലഭിച്ചാൽ മാത്രമേ അത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അഫാൻ ഈ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടക്കമുള്ള കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ മൊഴി അടക്കം ഷെമിയുടെയും അഫാന്റെയും വീണ്ടും ഷെമിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തണം, അഫാന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളുടെ ഒരു വിവരശേഖരണം പോലീസിന് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ രക്തസാമ്പിളിന്റെ ഫലം ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ അന്വേഷണത്തിലേക്ക് പോലീസിന് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതുമൂലമുണ്ടായ സമ്മർദ്ദമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരമാണ് അഫാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ അഫാന്റെ ഉപ്പയായിട്ടുള്ള റഹീം അടക്കം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന വിവരങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ഉപ്പയ്ക്ക് നാട്ടിൽ വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ തന്നെയുണ്ട്. ദമാമിലാണ് ഈ അഫാന്റെ ഉപ്പയായിട്ടുള്ള റഹീം ഉള്ളത്. വിസ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിലേക്ക്
ഈ മരണാനന്തര ചടങ്ങുകളിൽ പോലും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് റഹീമിനുണ്ടായിരുന്നത്. അത് കൂടാതെ തന്നെ അഫാൻ എന്തെങ്കിലും ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ? ഈ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അല്ലാതെ അഫാൻ അത്തരത്തിൽ പലരുടെയും ഭാഗത്ത് നിന്ന് കടം വാങ്ങിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള പ്രതിസന്ധി അഫാൻ നേരിട്ടിട്ടുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അഫാന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും പോലീസ് പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഊർജിതമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. നാടിനെ നടുക്കിയ ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് പിന്നിലെ കാരണം എന്താണ്? ഈ ഉറ്റവരെയും സ്നേഹിച്ച സുഹൃത്തിനെയും അടക്കം മാരകമായിട്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ അഫാനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നത് കണ്ടെത്താൻ തന്നെയാണ് പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. എത്രയും വേഗം ആ കണ്ടെത്തലിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ അഫാന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുക, അതുപോലെ തന്നെ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതടക്കം ശേഖരിച്ചതിന് ശേഷമായിരിക്കും അടുത്ത നീക്കങ്ങളിലേക്ക് പോലീസ് പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സൂര്യ, അതേസമയം തന്നെ അഫാന്റെ പിതാവിനെ കുറിച്ച് പറയുകയുണ്ടായല്ലോ. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാതെ അദ്ദേഹത്തിന്റെ മൊഴിയും ഈ ഒരു സംഭവത്തിൽ വളരെ നിർണായകമാണ്. ഈ ഷെമിയുടെ മൊഴിക്ക് പിന്നാലെ അഫാന്റെ പിതാവിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ, അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹിക സേവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സന്നദ്ധ പ്രവർത്തകർ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എത്രയും വേഗം റഹീമിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഏകദേശം 2 മാസത്തോളം ആയിട്ടുണ്ടാവും ഈ വലിയ പ്രതിസന്ധിയിലേക്ക് റഹീം വിദേശത്ത് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയാൽ തന്നെയും ഏകദേശം 2 ആഴ്ചത്തോളം വൈകി മാത്രമേ റഹീമിന് നാട്ടിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അത്രയും നാൾ ഈ സംസ്കാര ചടങ്ങുകൾ നീട്ടിവെക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതിനാലാണ് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ഇന്നലെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ദമാമിലുള്ള റഹീമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നാട്ടിൽ സംഭവിക്കുന്നത്, എന്താണ് കുടുംബത്തിന് സംഭവിച്ചത് എന്ന് അറിയാൻ കഴിയാത്ത വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അറിയുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോഴും ഒന്നും അറിയില്ല എന്നുള്ള പ്രതികരണമാണ് റഹീം നടത്തുന്നത്. എന്തായാലും റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ഊർജിതമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പണം കെട്ടിവെക്കേണ്ടതായിട്ട് വരുമെങ്കിൽ കൂടിയും ഉടനടി തന്നെ റഹീമിനെ നാട്ടിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. റഹീമിന്റെ മൊഴി കൂടി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാണ് എന്നുള്ളതാണ്. കാരണം ഉപ്പ വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് തനിക്ക് ഈ കൊലപാതകങ്ങൾ നടത്തേണ്ടി വന്നത് എന്നത് കൂടി മൊഴിയിൽ ഉൾപ്പെടുത്തിയാണ് അഫാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അടക്കമുള്ള വിവരശേഖരണം ഈ അഫാന്റെ ഉപ്പയിൽ നിന്ന് അടക്കം രേഖപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതും ആ മൊഴിയും വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി തന്നെയാണ്. എന്തായാലും അതിന്റെ അടക്കം ഉപ്പയെ നാട്ടിലെത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വഴികൾ അന്വേഷിച്ച് പോലീസ് ഈ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഈ മൊഴികളടക്കം രേഖപ്പെടുത്തുകയും ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുകയും അതുപോലെ തന്നെ രക്തസാമ്പിൾ ഉൾപ്പെടെയുള്ളവയുടെ ഫലം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ലഭിച്ചതിന് ശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുകയുള്ളൂ. അത് എത്രയും വേഗം അതിലേക്ക് എത്തിച്ചേരണം. കാരണം എന്ത് എന്നതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്.